പൂർണിമ ജയറാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷൂട്ട് തുടങ്ങാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം പ്രൊഡ്യൂസർമാരുടെയും കഥ പറയാൻ വരുന്ന ആൾക്കാരുടെയും സംവിധായകരുടെയൊക്കെ തിരക്കാണ്. ശങ്കറിൻ്റെ ഒരു ലൊക്കേഷനിൽ പോയാൽ ക്യൂ നിൽക്കുകയാണെന്ന്. അതൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, 27 പടം 28 പടം നമുക്കൊരു 10 വർഷം അങ്ങനെ ചെയ്യാൻ പറ്റി. മടുത്ത് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് സത്യം. ബിക്കോസ് ഞാൻ എനിക്ക് മാത്രമേ അന്ന് AC റൂമുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കൾ മുഴുവൻ അവിടെയാണ്. ഇപ്പോൾ സുരേഷ് ഉണ്ടാവും, മേനകയുടെ ഹസ്ബൻഡ്, പിന്നെ അതുപോലെ സനൽ, പിന്നെ അന്നത്തെ പ്രിയൻ, നമ്മുടെ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെയാണ്. ഈ റൂമിൽ വന്ന് എല്ലാവരും കിടക്കും. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഷൂട്ടിങ്ങിന് പോകണം. ഇവരൊക്കെ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ നമുക്കൊരു റെസ്റ്റ് ഇല്ലല്ലോ എന്ന് വിചാരിക്കും. ബിക്കോസ് ഒരു പടം കഴിയാറാകുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഒരു ബ്രേക്ക് ഇടാം എന്ന് പറയുമ്പോഴേക്കും ആരെങ്കിലും വരും ഒരു കഥയായിട്ട്. റൂം, ഷൂട്ടിംഗ് സ്ഥലം, തിരിച്ച് റൂം, പിന്നെ പോകുമ്പോൾ ഫ്ലൈറ്റ് കയറിപ്പോവും. ഈ ട്രെയിനാണെങ്കിൽ തന്നെ ആരും അറിയാതെ ലാസ്റ്റ് മൊമെൻറ്റ് കയറി ട്രെയിനിൽ കയറി AC കമ്പാർട്ട്മെൻറ്റിൽ കയറി കിടന്നുറങ്ങും. ഇങ്ങനെയാണ് നമ്മുടെ കുറേ കാലം പോയിരിക്കുന്നത്. ബിക്കോസ് അന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല.